ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എഡിടെക്സ്. അപ്പോൾ നമ്മുടെ ഒരു പുതിയ സീരീസാണ് RF റാൻഡം ഫാക്ട്സ്. ഇതെന്ന് പറഞ്ഞാൽ റാൻഡമായുള്ള ഫാക്ട്സ് ഉണ്ടാവും, നമുക്ക് അറിവ് തരുന്ന. അപ്പോൾ ആ ഫാക്റ്റുകൾ പറയുന്ന ഒരു ഫാക്ട്സുകൾ പറയുന്ന വീഡിയോ ആണ്. ഇതിന് പാർട്ടുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ചാനലിൽ വരുന്ന പുതിയൊരു കണ്ടൻറ്റാണ്, ടെക് അല്ലാത്തൊരു കണ്ടൻറ്റാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ വൈഫൈ സിഗ്നലിൽ നമ്മുടെ വാളുകളിൽ കൂടെയൊക്കെ അതിന് പോകാൻ പറ്റും, പക്ഷേ വാട്ടറിൽ കൂടെ പറ്റില്ല. വാട്ടറിൽ കൂടെ നമ്മൾ വൈഫൈ സിഗ്നൽ പോകുമ്പോൾ അത് ബ്ലോക്ക് ആകും. അതുകൊണ്ട് ബാത്റൂമിൽ അക്വേറിയത്തിൽ ആ ഒരു അക്വേറിയമില്ല, അവിടെയൊക്കെ നമ്മൾ വൈഫൈ റേഞ്ച് കുറച്ച് കിട്ടുന്നത്. കാരണം നമ്മുടെ വൈഫൈന് വാട്ടറിൽ കൂടെ പോകാൻ പറ്റില്ല, വാട്ടർ അവർ ബ്ലോക്ക് ചെയ്യും. നമ്മൾ ഐഫിൽ ടവറിന് വളരാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? അത് വിശ്വസിച്ചേ പറ്റൂ. സമ്മറിൽ ചൂട് കാരണം 15 സെൻറ്റിമീറ്റർ നമ്മുടെ ഐഫിൽ ടവർ ഗ്രോ ആവുന്നുണ്ട്. കാരണം മെറ്റൽ എക്സ്പാൻഷൻ കാരണം ചൂട് കാരണം മെറ്റൽ എക്സ്പാൻഷൻ കാരണം നമ്മുടെ ഐഫിൽ ടവറിന് ഗ്രോ ആവാൻ പറ്റും നമ്മുടെ സമ്മറിൽ. അപ്പോളോ മൂൺ ലാൻഡിങ്ങിന് ഉപയോഗിച്ച കമ്പ്യൂട്ടേഴ്സ് ഇല്ലേ, നമ്മുടെ ഫോണിൻ്റെ അത്രയും പോലും ഇല്ല. ഫോണിലാണെങ്കിൽ ഇത്രയും നാളുടെ ഫോൺ ആ ഒരു അപ്പോളോ ഇത്രയും നാളുടെ കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. കാരണം അന്നത്തെ കാലത്തെ ടെക്നോളജി അത്ര ഉണ്ടായില്ല നമ്മുടെ ആശയം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, അന്ന് ഉപയോഗിച്ച കമ്പ്യൂട്ടറിനേക്കാളും കൂടുതൽ ടെക്നോളജി നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഫോണുകൾക്കുണ്ട്. ഇതായിട്ട് കൊണ്ട് കാണിക്കും, ജപ്പാനുകളിൽ പിള്ളേരുടെ കൈകളുള്ളത് പട്ടിയും പൂച്ചകളാണ്, പെറ്റ്സ്. നമ്മൾ ഒരു പ്രകൃതിയായിട്ട് കണക്ട് ചെയ്യുന്നൊരു കാര്യം. നമ്മുടെ 60% നമ്മുടെ DNA ബനാനായിട്ട് വെച്ചാൽ പഴമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ രീതിയിലല്ലേ നേച്ചർ നമ്മൾ അതുമായിട്ട് കണക്ട് ചെയ്യുന്നത്. പിന്നെ ഇത് കുറേ പേർക്ക് അറിയാവുന്നതായിരിക്കും, അല്ല അറിയാത്തവർക്കായിട്ട് പറയാം. ഡൈനോസേഴ്സ് നമ്മളെക്കാളും കൂടുതൽ നാൾ ഭൂമി ജീവിച്ചിട്ടുണ്ട്. നമ്മൾ ഡൈനോസേഴ്സ് എന്ന് പറഞ്ഞാൽ 165 മില്യൺ ഇയേഴ്സിൽ ജീവിച്ചിട്ടുണ്ട്. അപ്പം അത് നമ്മൾ ജീവിച്ചത് കണക്കും വെച്ച് നോക്കിയാൽ അത് 0.004% അവർ ജീവിച്ചതിൻ്റെ അർത്ഥത്തിൽ നമ്മൾ ജീവിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലത്തെ റാൻഡം ഫാക്ട്സ് കാണണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ പുതിയ വീഡിയോസ് വരുമ്പോൾ എല്ലാം വാച്ച് ചെയ്യുക. ഇതുപോലത്തെ കണ്ടന്റുകൾ ഇനിയും വരും, നിങ്ങൾക്ക് അറിവ് തരാൻ വേണ്ടി ഞാൻ ഇനിയും വരും. ഓക്കെ, ബൈ.